കഴിക്കേ. അയ്യോ കഴിക്കേ. വെറുതെ നോക്കിയിരിക്കാതെ രണ്ടുപേരും കഴിച്ചേ. ഇങ്ങോട്ട് വാടാ. ആ അങ്ങോട്ട് ഇരിക്കും. ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ. ദേ ഒറ്റയടി വെച്ചിരുന്നു കേട്ടോ. ഇരിക്കല്ലേ പറഞ്ഞേ. ഇരിക്കാന്ന് പറഞ്ഞ കേട്ടോ. നീ എന്തെങ്കിലും ഇരുന്ന് കഴിക്കേ. ഇല്ലെങ്കിൽ രാഘവേട്ടൻ കഴിക്കാതെ എണീറ്റ് പോവും. അല്ല, എല്ലാരും കൂടി ഇരിക്കുമ്പോ അതിനെന്താ, നീ ഇപ്പൊ ഇവിടെ അന്യനൊന്നും അല്ലല്ലോ. ഇരുന്ന് കഴിക്കേ. എന്താ അവിടെ അമ്മയോട് സ്വാരം പറച്ചില്? ഇരിക്കവിടെ. ഇരിക്കേ. അല്ല അവളെന്തി ശാലിനി അവിടെ? എടാ നിന്നോടാ ചോദിച്ചേ ശാലിനി എന്തിയെന്ന്. അല്ല വരും. വയ്യോ കാമേ. ഡേ നീ അവനോളം വിട്ടേ. നീ തണ്ടി ഇവിടെ വന്നിരി. എന്റെ അടുത്ത് വന്നിരിക്കും. ഏയ് ഞാനിപ്പോ ഇരിക്കുന്നില്ല. ഞാനും ശാരദാമ്മയും കൂടി ഇരുന്നോളാം. നിന്നെ കല്യാണം കഴിച്ചതേ ശാരദാമ്മയല്ല, ഞാനാ. ഇവിടെ വന്നിരിക്കും. ശാരദാമ്മക്ക് ചെറുകൂടെ ഇട്ട് കൊടുത്താ പോരെ. സത്യമായിരുന്നു, ഞാൻ വിളമ്പിത്തരാം. ഇരിക്കും ഭാമേ. രാഘവേട്ടന് ഇതെന്താ പറ്റിയേ? ഇരി. ഭക്ഷണം കഴിക്കുമ്പോഴേ ഇങ്ങനെ ഇത് കഴിക്കണം. അല്ല എവിടെ ശാലിനി? ശാലിനി എന്തിയെന്ന്? ശാരദാമേ ശാലിനിയോട് വന്നിരിക്കാൻ പറ. വിഷ്ണുവിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആളല്ലേ. അകത്ത് വരുന്ന അങ്ങനെ. രാഘവേട്ടൻ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അതിന്റെ ഒരു ക്ഷീണം കാണും. അതായിക്കോട്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടക്കാമല്ലോ. ചുമ്മാ വന്നല്ലേ. വാ മോളെ. മോക്കോട് സീറ്റ് കയറി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് ഭക്ഷണം കഴിക്കുമ്പോളെ പോയിരിക്കും. അങ്ങോട്ട് പോയിരിക്കും. എനിക്കിപ്പോ തീരെ വിശപ്പില്ല. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിട്ടല്ലേ അച്ഛൻ പറയുന്നേ? ഓ അത് ശരി. ശാരദാമ്മ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോട്ടെ എന്നല്ലേ? കൊള്ളാം. അങ്ങനെയെങ്കിൽ അമ്മ ശാരദാമ്മയുടെ ഒപ്പം ഇരുന്ന് കഴിച്ചാ മതി. ശരി. എന്തായാലും ഞാൻ മതിയാക്കുക. അവിടെ മതിയച്ചാ. കറികളെല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ മതിയാക്കിയത് വിശപ്പില്ലാഞ്ഞിട്ടാ. അച്ഛാ വിശപ്പില്ലാഞ്ഞിട്ടാ. വിശക്കുമ്പോ ഞാൻ എടുത്ത് കഴിച്ചോളാം. ശരി അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാനും അപ്പൊ കഴിച്ചോളാം. അയ്യോ എനിക്ക് വിശക്കുന്നില്ല. രാഘവേട്ട അവൻ വരുമ്പോ ഞാൻ വന്ന് വെച്ചോളാം. അപ്പൊ ഒന്ന് വിളിച്ചാൽ മതി. രാഘവേട്ട നിന്നെ അവൻ രക്ഷിച്ചതാ. അവനറിയാം നീ ഇവിടെ ഇരിക്കില്ലെന്ന്. മോളെ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോ വിഷ്ണു നമ്മളിൽ നിന്ന് വിട്ടകന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കും അറിയാത്ത കാര്യമാ. ഇവിടെ ഇനി മറ്റാരെങ്കിലും അത് അറിഞ്ഞാലോ? ആ ആഘാതത്തിൽ ഇവിടെ ആരൊക്കെ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് കണ്ടറിയണം. മോളെ എടി, അതിനായിട്ട് നമ്മൾ ഇട കൊടുക്കണോ എടി?
ഇല്ലെന്ന് ഇല്ല. ഇനിയിപ്പോ രേഷ്മ പറയാൻ പോകുന്നത് എന്താണെങ്കിലും അത് ചങ്കിനകത്ത് തന്നെ സൂക്ഷിക്കും. പൊട്ടിക്കരയണമെന്ന് തോന്നിയാലും ഞാൻ കരയില്ല. പക്ഷെ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റാത്തതോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വല്ല കാര്യങ്ങളും ആണെങ്കിൽ അമ്മയുടെ സർ, എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. എടുത്തു കൊടുക്കണോ? തൊണ്ട നനയ്ക്കട്ടെ.